ആലപ്പുഴ ചെറുതന പുത്തൻതുരുത്തിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ നിരവധി ആൾക്ക് പരിക്കേറ്റു. വളർത്തുമൃഗങ്ങളെയും നായ കടിച്ചു. ആക്രമണത്തിന് ശേഷം ഈ നായ ചത്തുപോയി. മനീഷ് മഹിവാൽ വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, വിശദാംശങ്ങൾ. രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് 10ാം ക്ലാസ്സുകാരൻ 1.5 മാസങ്ങൾക്ക് മുൻപ് നായയുടെ കടിയേറ്റ 10ാം ക്ലാസ്സുകാരൻ പേവിഷയേറ്റ് മരിച്ച സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം അവിടെ നിന്നും ഒട്ടും ദൂരെ അല്ലാത്ത ഹരിപ്പാട് ചെറുതനയിലാണ്, പുത്തൻതുരുത്തിലാണ് 10ഓളം ആളുകൾക്ക് നിലവിൽ നായയുടെ കടിയേറ്റു എന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ രാത്രി മുതലാണ് ഈ ഒരു നായ തന്നെയാണ് പല ആളുകളെ കടിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി 9:30 കൂടിയാണ് പുന്നൂർ പറമ്പിൽ നാസിയുടെ മകൾ 12 വയസ്സുകാരി അൻസിറയെ ആദ്യം നായ കടിക്കുന്നത്. 9:30 മണിക്ക് വീടിന്റെ പുറത്ത് കെട്ടിയിട്ടിരുന്ന വളർത്തു നായയ്ക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി അൻസിറ പോകുന്ന സമയത്താണ് ഈ തെരുവ് നായ പിന്നിൽ നിന്ന് വന്ന് അൻസിറയെ കടിച്ചത്. പിന്നാലെ ഇന്നലെ രാത്രി തന്നെ 2-3 ആളുകളെയൊക്കെ തന്നെ നായ കടിച്ചു എന്നുള്ള വിവരമുണ്ട്. അതായത് പ്രകാശ് വി ജി, പുതിയ വീട്ടിൽ ഉള്ള പ്രകാശ് വി ജി, റജി മോൻ, കാർത്തിക് ഭവനത്തിൽ റജി മോൻ, ഈ 2 പേരെ കൂടി ഇന്നലെ രാത്രി കടിച്ചു. ഇന്ന് പുലർച്ചെ 5:30 പലരും പാല് വാങ്ങാനും പത്രം വാങ്ങാനും ഒക്കെ തന്നെ പല സാധനങ്ങൾ വാങ്ങിക്കാനും ഒക്കെ തന്നെ അവശ്യ സാധനങ്ങൾ മേടിക്കാനായി പോയ ആളുകളെ ഇന്ന് രാവിലെ 6 മണിയോടെയാണ് 5 പേർക്ക് നായയുടെ കടിയേറ്റു. ഇതേ നായ തന്നെ കടിച്ചു എന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. ഇവരെ ഈ പരിക്കേറ്റ മുഴുവൻ ആളുകളെ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെയായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സമീപത്തുള്ള ഒരു ആടിനെ കൂടി, അതായത് വളർത്തു മൃഗങ്ങളെ കൂടി വ്യാപകമായി ഈ നായ ആക്രമിച്ചിട്ടുണ്ട്. ഒരു ആടിനെ ഈ നായ കടിച്ചിട്ടുണ്ട്. നായയുടെ ആക്രമണം നിരവധി ആളുകൾക്കുണ്ട്. ഇന്ന് രാവിലെ ഒരു വിവാഹ സൽക്കാര പരിപാടിക്ക് എത്തിയിട്ടുള്ള ഒരാളെ കൂടി നായ കടിച്ചു എന്ന് വിവരമുണ്ടാണെങ്കിലും ഇതിനുശേഷം പിന്നാലെ 1 മണിക്കൂർ ശേഷം നായ ചത്ത നിലയിൽ കാണുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നായക്ക് പേവിഷ ബാധ ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ള സംശയമുണ്ട്. എല്ലാവർക്കും റാബിസ് വാക്സിൻ അടക്കമുള്ള പ്രതിരോധ കുത്തിവയ്പ്പും കൊടുക്കുന്നുണ്ട്. താങ്ക് യു മനീഷ് മഹിവാലാണ് വിവരങ്ങൾ നൽകിയത്.